കിട്ടാറുണ്ട്. പണിയെന്ന് പറയുമ്പം 2 തരത്തിലുള്ള പണിയുണ്ട്. ഒന്ന്, നമുക്ക് ഉപജീവന മാർഗമായി കിട്ടുന്ന പണിയും. 2, തൊട്ടടുത്തിരിക്കുന്നവൻ നമുക്കിട്ട് തരുന്ന 8ന്റെ പണിയും. എനിക്ക് പറയാനുള്ളത് ഇത് 2ാമത്തെ പണിയെ കുറിച്ചാ. കാരണം സ്ഥിരമായി പണി മേടിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് പണി തരുന്ന ഒരാളാണ് എന്റെ കെട്ടിയോനും. പുള്ളി എന്നെ കെട്ടിയത് തന്നെ പുള്ളിക്കിട്ട് കിട്ടിയ 8ന്റെ പണിയാണെന്ന് അങ്ങേര് തന്നെ പറഞ്ഞുണ്ടാക്കുന്നെങ്കിലും എന്റെ പൊന്നേച്ചി അതല്ല സത്യം. എനിക്ക് കിട്ടിയ 16ന്റെ പണിയാണെന്ന്. അപ്പൊ എനിക്ക് പുരിയില്ലേ? ഇപ്പൊ താനേ പുരിയത്. പിന്നെ അയാളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ ഭാഗത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇങ്ങനെ 750 രൂപ കൊണ്ട് ഒളിച്ചോടാൻ വന്നപ്പോ ഞാൻ ആലോചിക്കണമായിരുന്നു ഇയാൾ ഒരു എച്ചി ആയിരിക്കുമെന്ന്. പക്ഷെ അത് ഞാൻ ചിന്തിച്ചില്ല. 2ാമത്തെ പണിയെന്ന് പറഞ്ഞാ ഞങ്ങളുടെ അപ്പച്ചി കിട്ടാ കേട്ടോ. ഞങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ആദിരാത്രി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. ഞങ്ങളുടെ ആദിരാത്രിയുടെ അന്ന് തലേന്ന് വരെ യാതൊരു കുഴപ്പമില്ലായിരുന്നു ഇങ്ങനെയുടെ അപ്പച്ചിക്ക്. പെട്ടെന്ന് എന്തോ ഒരു വല്ലായിക. എല്ലാ വീട്ടിലും കാണുമല്ലോ ഇതുപോലെ ഓരോ അമ്മാവന്മാരും അപ്പച്ചിമാരും ഒക്കെ അല്ലയോ. പുള്ളിക്കാരി തൊട്ടടുത്തുള്ള ഞങ്ങളുടെ ബെഡ്റൂമിൽ കയറി ഇങ്ങ് കിടന്ന്. ഞാൻ അതല്ല ചിന്തിക്കുന്നേ, ഈ തള്ളയ്ക്ക് ആ വീട്ടിൽ ഇത്രയും റൂമുകൾ ഉണ്ടായിട്ടും ഞങ്ങളുടെ റൂം മാത്രമേ കണ്ടോളുന്നാ. ഫസ്റ്റ് നൈറ്റ് കൊളവാക്കിയെന്നുള്ള ഒറ്റ കാരണത്താ പിറ്റേന്ന് രാവിലെ 5:30 ട്രെയിനി പല്ലുപോലും തേക്കാതെ ഉറക്കം എഴുന്നേക്കാതെ കിടന്ന അപ്പച്ചിയെ എടുത്ത് ഇയാള് ട്രെയിനകത്ത് കൊണ്ടിരുത്തി. അപ്പച്ചി പറഞ്ഞ്, മക്കളെ അപ്പച്ചി പല്ലൊന്നും തേച്ചില്ലേ, പല്ല് തേപ്പം ഗുളിയൊക്കെ ഇതിനകത്ത് മതിയെന്ന്. ഏതാണ്ട് ഇന്ത്യൻ റെയിൽവേ ഇങ്ങനെ തറവാട്ട് സ്വത്താതാ പുള്ളിയുടെ വിചാരം. അതും പോരാഞ്ഞിട്ട് ഈ ട്രെയിൻ തിരുവല്ല വളവ് തിരിയുന്നത് വരെ ഈ വൃത്തികെട്ടവൻ കണ്ണ് ചിമ്മാതെ നോക്കി നിന്ന്. നമ്മൾ വിചാരിക്കും അപ്പച്ചിയോടുള്ള സ്നേഹം കൊണ്ടാണ്. ഒന്നുമല്ല. അഥവാ അപ്പച്ചി എങ്ങാനും ട്രെയിനകത്ത് നിന്ന് ഇറങ്ങി വന്നാലോ ഫസ്റ്റ് നൈറ്റോ നടന്നില്ല. ഏത്